ഈ കമന്റ് കണ്ടോ? ബീഫിന്റെ പേര് തല്ലിക്കൊല്ലുന്ന സംഘപരിവാർ, അതിനെതിരെ ഞാൻ സംസാരിക്കണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടും മൗനം പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ നൂപൂർ ശർമ്മയ്ക്ക് സപ്പോർട്ട് കൊടുത്തതിന്റെ പേരിൽ ഒരു തയ്യൽ കടയിൽ കയറി വെട്ടിക്കുത്തി മരിച്ചു പോയിരുത്തുണ്ടായിരുന്നു. അവനൊരു ഹിന്ദു ആയിരുന്നു. ഈ വെട്ടിയവനെയും കുത്തിയവനെയും ഈ മതത്തിന്റെ പേരിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനെയും കുറിച്ച് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് ഇതുവരെ? നിങ്ങൾ അവരെ തള്ളി പറഞ്ഞു വന്നിട്ടുണ്ട് ഇതുവരെ? അപ്പൊ നിങ്ങളൊന്നും നിങ്ങളുടെ ആൾക്കാരെ എന്ത് തെറ്റ് ചെയ്താലും തള്ളി പറയുന്നില്ല, അവരെ ചേർത്ത് പിടിക്കുന്നു. കുഴൽപ്പണം കടത്തിയാലും കഞ്ചാവ് കടത്തിയാലും മയക്കുമരുന്ന് കടത്തിയാലും മതത്തിന്റെ പേരിൽ അവനെ അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങളൊക്കെ ഇതുപോലെ എന്തെങ്കിലും ആരെങ്കിലും ചെയ്ത് അപ്പൊ അതിനെ തള്ളി പറയണമെന്ന് പറയുന്നതിലെ ന്യായം എന്താണ്? ഞാനതാണ് ചോദിക്കുന്നത്. ആർട്ടിക്കിൾ 370 കാശ്മീർ തീവ്രവാദികളുടെ വിളയാട്ടമായിരുന്ന സ്ഥലം ഇപ്പോ യാതൊരു പ്രശ്നവുമില്ലാതെ എല്ലാ മതക്കാരും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ ആർട്ടിക്കിൾ 370 എത്രത്തോളം വലിയൊരു ഒരു നാടിനെ നശിപ്പിക്കാൻ പോകുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഈ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾ വാചാലരാവുകയാണ്. അവിടുത്തെ കാശ്മീരികളുടെ ജീവിതത്തെ തന്നെ നിങ്ങൾ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങളെപ്പോഴും എന്ത് തെണ്ടിത്തരം കാട്ടിയാലും നിങ്ങളെപ്പോഴും നിങ്ങളെ മതത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ചെയ്ത തെറ്റെന്താണെന്നറിയോ? ഇതുവരെ ചെയ്ത തെറ്റ്, എന്തെങ്കിലും ഹിന്ദുക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അവനെ തള്ളി പറയുമായിരുന്നു. അവനെ ഈ സമൂഹത്തിൽ ഒന്നിനും പറ്റാത്തവനാക്കി ഞങ്ങൾ ചിത്രീകരിക്കുമായിരുന്നു, ഞങ്ങൾ തന്നെ. ഇപ്പൊ ഈ പണി ഞങ്ങൾ നിർത്തി. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങൾ തള്ളി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, നിങ്ങൾ തെറ്റ് ചെയ്തവരെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഞങ്ങൾ ആ പരിപാടി നിർത്തി. ഞങ്ങൾ അങ്ങനെ തള്ളിപ്പറയണ പരിപാടി നിർത്തി. നിങ്ങളൊക്കെ ഒന്ന് തള്ളിപ്പറഞ്ഞ് കാണിച്ചതാ. എന്നിട്ട് ഞങ്ങൾ ഇനി അവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ ഉള്ളതൊക്കെ ഞങ്ങൾ നിർത്തിയാട്ടാ. നിങ്ങൾ തുടങ്ങും, നിങ്ങൾ ഓരോ വിഷയത്തിലും പറഞ്ഞു തുടങ്ങും. ഇപ്പൊ ആഷിഖബ് പറയുന്നുണ്ട് അവനെതിരെ ലഹരി സ്ത്രീകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഹരി കൊടുക്കുന്നു എന്ന് പറയുന്നത് അവൻ മുസ്ലിം ആയതുകൊണ്ടാണെന്ന് പറയുന്നത്. ആദ്യം അവിടുന്ന് തുടങ്ങും. അവിടെ നിന്ന് തള്ളിപ്പറഞ്ഞ് നീയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വാ. അതിനുശേഷം ഞാൻ ഓരോരുത്തരായിട്ട് തള്ളി കൊണ്ടുപോകാം കേട്ടാ. ശരി എന്നാ.